എല്ലാവർക്കും സുഖാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ 11 മണിയായി ടൈം. കെമിസ്ട്രി റിവൈസ് ചെയ്യുമായിരുന്നു. കാരണം ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയൊക്കെ ആയി. അപ്പോൾ കുറേ പഠിപ്പിച്ചൊക്കെ തുടങ്ങിയായിരുന്നു. ഇന്ന് എൻ്റെ ടൈം ടേബിൾ എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ 11 AM എൻ്റെ കെമിസ്ട്രി ക്ലാസ്സും 2 PM ഹിന്ദി ക്ലാസ്സുമാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയും ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനൊക്കെ ചോദ്യം ചോദിക്കുമെന്നാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. അപ്പം ഇപ്പം ഞാൻ വീഡിയോ ക്ലാസ്സിൽ കയറാൻ വേണ്ടി ഇരിക്കുകയാണ്. ടീച്ചർ വെയിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ഇതാട്ടെ ഞാൻ 54 സ്റ്റുഡൻസ് ആയാൽ മാത്രമേ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ ഇപ്പോൾ 11 മണി ആയിട്ടുള്ളൂ. 12 മണി വരെ ഇന്ന് കെമിസ്ട്രി ക്ലാസ്സാണ്. എൻ്റെ ടു ഡു ലിസ്റ്റ്, അപ്പം ഇതിന്ന് ചെയ്ത് തീർക്കണം. ഞാൻ ഒരു ജാറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ക്ഷീണം വരാതിരിക്കാൻ. പ്രസന്റ് ടീച്ചർ പാർവതി അശോക്. അറ്റൻഡൻസ് എടുക്കണം. ന്യൂമറേറ്ററിൽ മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ഡിവൈഡഡ് ബൈ ദാറ്റ് മോളാർ മാസ്. മാസ് ഓഫ് ദാറ്റ് എലമെന്റ് ബൈ മോളാർ മാസ് ഇൻടു 100. ഇപ്പൊ ടീച്ചർ മോണിറ്ററിലാണെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് നോക്കി എഴുതിയെടുക്കുമായിരുന്നു. ടീച്ചർ പുതിയ പോർഷൻസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കെമിസ്ട്രീന്റെ. ഈക്വൽ ആക്കി ഇടുകയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. Balancing is a process of making the number of atoms in both the reactant and the product side equal. Reactant side ഉം product side ടീച്ചറാണെങ്കിൽ കുറെ പോർഷൻസ് കെമിസ്ട്രീന്റെ എടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്താണ്. ന്യൂമറേറ്ററിലായിട്ട് വരിക. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പൊ ആ 2 ഹൈഡ്രജന്റെ മാസ് 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 18. 2/18 into 100. 2/18 into 100. കിട്ടിയല്ലോ. ആൻസർ എത്രയാ? 11.1. അടുത്ത ഗേലസാക്ക് ലോ ഓഫ് ഗേഷ്യസ് ഓഡിയം. ഗേലസാക്ക് സയൻസിന്റെ പേര് അതിലുണ്ട്. അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ തന്നെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിട്ട് അവിടെ 2 എണ്ണം ഉണ്ട്. 2 എണ്ണം പഠിക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രം പഠിക്കാൻ മതി. ഒരു പോയിന്റ് മാത്രം പഠിക്കാൻ മതി. ഇനി അതിന് തൊട്ട് മുകളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളത്തിൽ കലക്കിട്ട് വെള്ളം ആരാ? സോൾവെന്റ്. സൊല്യൂട്ട് ആരാ? പഞ്ചസാര. ഷുഗർ സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷൻ കിട്ടി നമുക്ക്. അങ്ങനെ ഓക്സിജൻ ആറ്റം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്സിജന്റെ ആറ്റമിക് മാസ് 16. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 0.022 into 10⁻23. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ എന്താ ഫോർമുല എഴുതണ്ടേ? മാസ് ബൈ മോളിക്കുലാർ മാസ് എന്ന് എഴുതണം. അറ്റോമിക് മാസ് അല്ല ഇവിടെ വരിക, അതിന്റെ മോളിക്കുലാർ മാസ് വരും. അപ്പൊ എങ്ങനെ വരും? ചെയ്തോ. മാസിലുണ്ട് 21. മോളിക്കുലാർ മാസ് നൈട്രജന്റെ ആർക്കെങ്കിലും പറയാമോ? 14 into 2 28 അല്ലേ? 14 28. നൈട്രജന്റെ ആറ്റമിക് മാസ് 14. 14 plus 14 28. 21/28. What's the answer? പെട്ടെന്ന് വരട്ടെ. ആൻസർ ആരും പറഞ്ഞിരിക്കണം. 0.75 mol is correct. Answer correct. അടുത്ത ക്വസ്റ്റ്യൻ.
12 gram എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിനകത്ത് ഇത്രയും പിന്നെ ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ തീർന്നു. ഇനി എനിക്ക് 2 PM ഹിന്ദീൻ്റെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ക്ലാസ്സാണ്. എൻ്റെ കെമിസ്ട്രീൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വീട് ക്ലീൻ ചെയ്യുമായിരുന്നു ഇന്ന്. അതുകൊണ്ട് വെക്കം ടൈം പോയി. ഇപ്പോൾ 1:35 ടൈം. അപ്പം ഇപ്പം 2 മണിയാകുമ്പോൾ ഹിന്ദീൻ്റെ ക്ലാസ് തുടങ്ങും. और एक बार देख ले। श्री सुकेश साहिनी जी की लेखक कथा है अनुता। यहाँ कौन कौन यात्रा कर रहे थे? ഏറ്റവും മിനിമം വേതനം സ്വീകരിക്കേണ്ടി വരുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികൾ ഇന്നും हमारे समाज में ऐसे भी ഞങ്ങൾക്ക് വിക്ടേഴ്സ് ക്ലാസ് എപ്പോഴും രാവിലെ ആണെങ്കിലും ഞാൻ ഉച്ചയ്ക്കാണ് അത് കാണുന്നത്. होंगे आगे सजीव हो उठे। एक सन्नाटे ने उसे अपने आगोश में ले लिया। सन्नाटा माने क्या है? सन्नाटा माने नीरवता, चुप्पी, साइलेंस, निशब्दता। अच्छा, किसने किसको आगोश में ले लिया? क्या आप जानते हैं? हाँ ठीक है, सन्नाटे ने ഹലോ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഏത് മോള് ക്ലാസ് ഏതാന്ന് പറയൂ. ഇല്ലോണ എയോ ബി എസ് സിയോ 11B. कोई तकलीफ हुई, क्या हुआ था? उसे उनकी पेशाब व्यक्त हो गया। और पेशाब व्यक्त होना माना यूरिन नहीं डेथ हो गया था। तो अस्पताल ले जाते समय क्या हुआ था? रास्ते में ही उसे डेथ हो गया। डेथ ഓടുക എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുക. അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്താണ് വണ്ടിയിൽ ശ്വാസം മുട്ടല് അനുഭവം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഒരു ദിവസത്തെ സ്റ്റഡി റൊട്ടീനാണ് കാണിക്കുന്നത്. എല്ലാവരും ഇതുപോലെ സെയിം ആവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞങ്ങളുടെ തുടങ്ങിയതിന് ശേഷം എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. എപ്പോഴും ഫസ്റ്റത്തെ ക്ലാസ് ആണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് തന്നെ ആയതുകൊണ്ട് നല്ല ഉഷാറായിരിക്കും. പക്ഷേ ഈ ഫുൾ ടൈം ഈ മോണിറ്ററിൽ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്ന രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇത്തിരി മടുപ്പൊക്കെ തോന്നും എല്ലാ ദിവസവും. एक रिक्शा वाला ने उस आदमी के, उस बाबूजी के नजदीक माने സമീപം के पास, उसके नजदीक आकर कहा. ഒരു റിക്ഷാക്കാരൻ അദ്ദേഹത്തിന് തൊട്ട് സമീപം വന്ന് പറഞ്ഞു, സാർ നിങ്ങൾ വിളി കേട്ടാണ് അദ്ദേഹം നോക്കുന്നത്. സാർ, ഞാൻ താങ്കളെ കൊണ്ടേ എത്തി. പിന്നെ കൈ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഞാനൊരു ഇംഗ്ലീഷിൻ്റെ അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ. ഞാൻ വേറെ സബ്ജക്റ്റിൻ്റെ നോട്ട്സൊക്കെ ഇന്നും കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഇപ്പം ഞങ്ങൾ +1 ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.